ശരി സുമോദ്, ഈ കെ സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കും? കെ സുധാകരനെ KPC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും ഉറപ്പ് നൽകിയിരുന്നു KPC നേതൃത്വം? ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനായി ഒരു താല്പര്യവും നേരത്തെ കെ സുധാകരൻ പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, അനാരോഗ്യം കൊണ്ടാണ് താൻ മാറുന്നതെങ്കിൽ MP സ്ഥാനം കൂടി താൻ രാജിവെച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ഥലത്തേക്കും പുതിയ ആൾക്കാരെ കണ്ടെത്തട്ടെ എന്നുള്ള ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് സുധാകരൻ അനുകൂലികൾ പറയുന്നത് ആ സമയത്ത് സുധാകരൻ ഒരു ഉറപ്പ് കൊടുത്തിരുന്നുവെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ഒരു സാധ്യത അദ്ദേഹത്തിന് കൊടുക്കാം, നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇത് സുധാകരന്റെ ആവശ്യം മാത്രമായിരുന്നെന്നും ആ തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകാതെ MP-മാർ മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം മാത്രമാണ് അന്ന് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, സുനിൽ കനകുലുവിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു കാരണവശാലും MP-മാർ മത്സരിക്കരുത് എന്ന് തന്നെയാണ് കാര്യം. KC വേണുഗോപാൽ അടക്കമുള്ള MP-മാർ മാറി നിൽക്കണം, മത്സരിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് സുനിൽ കനകുലു കൊടുത്തത്. പക്ഷേ അസമിലേക്ക് എത്തുമ്പോൾ അസമിൽ ലോക്സഭാ ഉപനേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായിട്ടുള്ള ഗോഗോയ് അവിടെ മത്സരിക്കുകയാണ്. ഈ മാതൃക ചുവട് പിടിച്ചുകൊണ്ട് ഉറപ്പുള്ള സീറ്റിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നുള്ള സീറ്റിൽ മത്സരിക്കാൻ അവസരം തരണം. കാര്യം കാരണം കണ്ണൂർ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് കണ്ണൂർ ലോക്സഭയിൽ വരുമ്പോൾ അവിടെ കൂടി വിജയിപ്പിക്കാമെന്നുള്ള ഒരു 100% ഉറപ്പാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്, സുധാകരൻ നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുധാകരനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി സുധാകര അനുകൂലികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും MP-മാരെ മത്സരിപ്പിക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ പേരാവൂരിലായാലും സണ്ണി ജോസഫ് വിജയിച്ചത് കേവലം 3000 വോട്ടുകളുടെ ഒരു പിൻബലത്തിൽ മാത്രമാണ്. ഈ സുധാകരന് കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ട് സുധാകരനെ പിണക്കിയാൽ കണ്ണൂർ മാത്രമല്ല മറ്റു പല ഇടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ തരത്തിലുള്ള ഒരു പരാജയം സംഭവിക്കും എന്നുള്ള ഒരു പേടി കൂടി ഈ കണ്ണൂരിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സീറ്റ് ചർച്ച ചെയ്തു കഴിഞ്ഞപ്പോൾ കണ്ണൂർ സീറ്റിനോടൊപ്പം കെയർ ഓഫ് സുധാകരൻ എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് സുധാകരൻ പറയുന്ന ആരായാലും, അത് റിജിൽ മാൻകുറ്റി ആയാലും N സുബ്രഹ്മണ്യനായാലും M ലുജു ആയാലും, സുധാകരന് ആരാണ് താല്പര്യമുള്ളവർ അവരെ നിയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വമുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും കടുത്ത നടപടിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് കെ സുധാകരന്റെ മുമ്പാകെ ദേശീയ നേതൃത്വം ഇപ്പോൾ വയ്ക്കുന്നത്.